ഹലോ, ഇന്നത്തെ എൻ്റെ യാത്ര കുവൈറ്റിലെ അൽ റൈലിലെ ഫ്രൈഡേ മാർക്കറ്റിലേക്കായിരുന്നേ. ഞാൻ കുവൈറ്റിൽ വന്നിട്ട് 8 വർഷമാകുന്നു. ഇന്ന് വരെ ഞാനിവിടെയൊന്നും വന്നിട്ടൊന്നുമില്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്ഥലത്ത് പോകണം, നമ്മൾ അവിടുത്തെയൊക്കെ കാഴ്ചകൾ കാണണം, അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോലുള്ള ആൾക്കാർ നാട്ടിലൊക്കെ പോകുമ്പം ഇവിടെ വന്ന് ചീപ്പ് റേറ്റിൽ സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബംഗാളികളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം എൻ്റെ പൊന്നും, അവിടുത്തെ സ്വദേശികളും നമ്മളെപ്പോലുള്ള ആൾക്കാരും ഒക്കെ ഒരുപാട് ആളുകളെ തട്ടിയിട്ട് നടക്കാൻ വയ്യ ഗൈസ്. ഫസ്റ്റ് നമ്മൾ പോയത് റൈബാൻ ഗ്ലാസിൻ്റെയൊക്കെ കളക്ഷനായിരുന്നേ. പല വിധത്തിലുമായ കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറേയൊക്കെ എടുത്ത് നോക്കി, ഫോട്ടോസൊക്കെ എടുത്ത് പട്ടിഷോ കാണിച്ച്. പിന്നെ നമ്മൾ മലയാളികളുടെ ആരും പിന്നെ പറയണ്ടല്ലോ, നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് പുരാവസ്തുക്കൾ, നമ്മുടെ പണ്ടത്തെ ടെലിവിഷൻ, ടൈപ്പ് റൈറ്റർ, കമ്പ്യൂട്ടർ, വിളക്കുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ മോശൻ മാവുങ്കലോ അങ്ങനെ ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ, ആ മച്ചാനുണ്ടായിരുന്നു ഇതൊക്കെ പോളിഷ് ചെയ്ത് നമ്മുടെ നാട്ടിലെ പ്രമുഖർക്ക് വലിയ വിലയ്ക്ക് കൊടുത്തേനെ. നമുക്കും അങ്ങനത്തെ പരിപാടി തുടങ്ങാം ഭംഗിയൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും നടന്നു. നേരെ പോയത് ചൂണ്ടകളൊക്കെ വിൽക്കുന്നത്. നമുക്ക് ചൂണ്ടയിടാനൊന്നും അറിയില്ല ഗൈസ്, നമുക്ക് വായി നോക്കി നിൽക്കാനല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് വിലയൊക്കെ ചോദിച്ച് നേരെ പോയത് വാച്ചിൻ്റെ കളക്ഷനിലേക്കായിരുന്നു. ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് വിലയൊക്കെ പേശിച്ച് ഞങ്ങൾ വീണ്ടും പുരാവസ്തുക്കളിലേക്ക് പോയി. പല ടൈപ്പ് ഈ വാളുകൾ, പുരാവസ്തുവിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് ആ വാളിൻ്റെ എഴുതിയിരിക്കുന്ന ലിപികളൊക്കെ അവർ വായിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മാൻകൊമ്പുകളും പിന്നെ ഓരോ രൂപങ്ങളിൽ തീർത്ത ആനയും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു മൃഗത്തിൻ്റെ കൊമ്പിൽ കുറേ ചിത്രപ്പണി ചെയ്ത ഒരു സംഭവം കിട്ടി, അതൊക്കെ എടുത്തു വെച്ച് നോക്കി. പിന്നെ ഒരു വണ്ടി, അത് തടിയിൽ ചെയ്തേക്കുന്നു, അതും സെറ്റായിരുന്നു. പിന്നെ ഫറവോ രാജാവിനെ ചെയ്തിരിക്കുന്നു, അടിപൊളിയായിട്ടുണ്ട്. ഫറവോ രാജ്ഞി, അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടായിരുന്നു. പിന്നെ പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ വീട്ടിൽ സ്വർണ്ണങ്ങളും രത്നങ്ങളും ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പെട്ടിയുണ്ടല്ലോ, അതൊക്കെ കണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കണ്ടിട്ട് നേരെ മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്കിതൊക്കെ കാണാൻ കൗതുകമുണ്ട്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാൻ കൗതുകമുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം, കാണാം. അതിനൊന്നും നമ്മൾ ആർക്കും കാശ് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്കിതൊക്കെ കാണാമെന്നുള്ള കാര്യങ്ങളാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ പണ്ടത്തെ റേഡിയോ, FM റേഡിയോ ഇല്ലേ, നമ്മുടെ പണ്ട് നാട്ടിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നു, ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതൊക്കെ കുറേ റേഡിയോ ടൈപ്പ്, അത് കണ്ടപ്പോൾ ഓർമ്മകളൊക്കെ കുറേ പിന്നിലേക്ക് പോയി. പിന്നെ വീണ്ടും വാച്ചിൻ്റെ കളക്ഷനിലേക്കൊക്കെ പോയി വായിനോക്കി ഇരുന്ന് കുറേ വിലയൊക്കെ പേശി. അവർ കുറഞ്ഞ വിലയ്ക്ക് തരാൻ പറ്റത്തില്ല, നമ്മളെ വീണ്ടും വിളിച്ചു, കുറച്ച് വിലയ്ക്ക് വീണ്ടും തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വീണ്ടും ഞങ്ങൾ നടന്ന് പെർഫ്യൂം കളക്ഷനൊക്കെ കണ്ട് പെർഫ്യൂമൊക്കെ അടിച്ച് തലയൊക്കെ ചെകിടിച്ചു. അവസാനം ദാഹിച്ചപ്പം ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. സത്യം പറയാലോ, വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു, അതായിരുന്നു അവസ്ഥ. പിന്നെ വാച്ചിൻ്റെയും ഒക്കെ കളക്ഷനൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ബാഗ്, നമ്മുടെ ഫർണിച്ചർ ഐറ്റംസ്, റൂമിലേക്ക് വേണ്ടുന്ന ഐറ്റംസൊക്കെ 10ഉം 15ഉം കേടിക്കൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നേരെ ചുറ്റി നടന്ന് കണ്ടു. നമ്മുടെ തറയിൽ യൂസ് ചെയ്യുന്ന കാർപ്പറ്റും അതൊക്കെ നല്ല റേറ്റിൽ ആണ് പറയുന്നതെങ്കിലും നമുക്ക് വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരിയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തിറങ്ങി. അപ്പോഴാണ് ഞങ്ങളുടെ വണ്ടി എവിടെയാണെന്നറിയില്ല, ഞങ്ങൾ കുറേ തെണ്ടി തിരിഞ്ഞു ഗൈസ്, എന്നിട്ട് ഞങ്ങളുടെ വണ്ടി കിട്ടിയില്ല. അവസാനം ഞങ്ങളുടെ ഡ്രൈവറുകളെ വിളിച്ച് അങ്ങനെ ഞങ്ങളുടെ വണ്ടി കിട്ടി. ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ നടന്ന് തളർന്ന് പുറത്തെത്തി റൂമിലേക്ക് വന്നു. പിന്നെ പുറത്ത് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.